ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സാജു. ഇപ്പോൾ ഓണക്കാലാണ്. ഓണത്തിനൊരു ടൂർ പോകാമെന്ന് വിചാരിച്ചേക്കാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാലത്ത് 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങി, തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ ലക്ഷ്യം മസനഗുഡിയാണ്. നിലമ്പൂർ വഴി മസനഗുഡി. അങ്ങനെ മസനഗുഡി പോയി. പിന്നെ അവിടുന്ന് ഫാമിലി ഉണ്ട്. ഈ പ്രാവശ്യം ഫാമിലിയുടെ ഒപ്പമാണ് യാത്ര. കാറിലാണ്, നമ്മുടെ കാറാണ്. അങ്ങനെ മസനഗുഡിയിൽ ഇന്ന് നൈറ്റ് നിന്ന് നാളെ ഗോപാൽസ്വാമി ഹിൽസ് പോകാനുള്ള പരിപാടിയാണ്, കർണാടകയിലെ. അങ്ങനെ 2 ദിവസത്തെ പരിപാടി. അങ്ങനെ ഞങ്ങളിത് ഇവിടെ പൂങ്ങോട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി വന്ന് അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ചിറ്റണ്ട വഴി ദേശമംഗലം വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലൊരു ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ് കാലത്ത്. അങ്ങനെ നിലമ്പൂരെത്തി. നിലമ്പൂർ നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ തൃശ്ശൂർ ഉള്ള നമ്മുടെ ഒരു സുഹൃത്താണ്, നമ്മുടെ ബാല്യകാല സുഹൃത്താണ്. അദ്ദേഹം ഒരു വീട് മേടിച്ചു നിലമ്പൂര്. ആളൊരു 30 കൊല്ലമായിട്ട് നിലമ്പൂർ ജോലി ചെയ്യാണ്, ജ്വല്ലറിയിൽ, മഹാറാണി ജ്വല്ലറിയിൽ ജോലി ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം ഇവിടേക്ക് ഇങ്ങോട്ട് സെറ്റിലായി. ഫാമിലീനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അദ്ദേഹം വീട് വാങ്ങി. പുതിയൊരു വീടാണ്. ഇതാണ് മിസ്റ്റർ ടോം, നമ്മുടെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പന്ത് കളി, ക്രിക്കറ്റ് കളിയൊക്കെ കളിച്ച് വളർന്ന ആൾക്കാരാണ്. ആളുടെ വീടാണ് ഇത്. നമ്മുടെ മകൻ, അത് അവൻ്റെ അപ്പനൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ വീട് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. മോൾ ഭാഗത്തൊക്കെ ആൾ ടൈൽസൊക്കെ ഇട്ട് അവിടെ ജിമ്മ്, അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ തന്നെയാണിത്. നിലമ്പൂർ ടൗണിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് അവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ നിലമ്പൂർ തന്നെയുള്ള നമ്മുടെ തേക്ക് മ്യൂസിയം, നിലമ്പൂരെ അറിയാലോ, തേക്കിൻ്റെ മെയിൻ സ്ഥലമാണ്. അപ്പോൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനിവിടെ പല വർഷം വന്നിട്ടെങ്കിലും ഇങ്ങോട്ട് മ്യൂസിയത്തിലേക്ക് വന്നിട്ടില്ല. കാനോലി പ്ലോട്ടിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് മുമ്പ്, അത് കാരണം അവിടെ പോയില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി 3:30 ആയിട്ടോ. അത് ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ച് ഇറങ്ങിയതല്ലേ. അത് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. മ്യൂസിയത്തിൻ്റെ എൻട്രി തന്നെ നല്ല രീതിയിൽ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണമായതുകൊണ്ട് കണ്ടമാനം ആൾക്കാരും വന്നിട്ടുണ്ട്. നല്ല ഒരു വെറൈറ്റി ഗാർഡനിങ് ആണ്, എനിക്കിഷ്ടപ്പെട്ടു. ഗാർഡൻസ് കംപ്ലീറ്റ് നല്ല എന്താ പറയുക, നാച്ചുറൽ ഓരോ ചെടികളുണ്ടല്ലോ. നമ്മൾ പണ്ട് ഗ്രാമങ്ങളിൽ നാട്ടുവീഥികളിലൊക്കെ കണ്ടിരുന്ന ചെടി വെച്ചിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെ, ഒരു ബ്രിഡ്ജ്, വെള്ളച്ചാട്ടം ഒക്കെ വെച്ച് പിടിപ്പിച്ചേക്കാണ് ആ ചെടി. നല്ല രസമായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇത് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഫീ ഉണ്ട് കേട്ടോ. അത് ഒരാൾക്ക് എത്ര ഫീ ഉണ്ട്, 60 രൂപയെന്ന് തോന്നുന്നു. ഇതിവിടെ ഒരു തേക്കിൻ്റെ ഒരു അടിഭാഗം, കന്നിമാരി തേക്കിൻ്റെ പടമൊക്കെ ഉണ്ട് ഇവിടെ കാര്യമായിട്ട്. കന്നിമാരി തേക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ പറമ്പിക്കുളം ഫോറസ്റ്റിലാണ്. പിന്നെ 116 വർഷം പഴക്കമുള്ള ഒരു തേക്കിൻ്റെ ഫുൾ തടി 2 പീസായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 116 വർഷം മുമ്പ് വെട്ടി വെച്ചിട്ടുള്ള ഒരു മരമാണ്. ഇപ്പോഴും ഒരു കേടും ചെതലും ഇല്ലാതിരിക്കുന്നുണ്ട്. പിന്നെ ഇതേ പല പ്രായത്തിലുള്ള തേക്കിൻ്റെ കഴകൾ, തേക്കിൻ ചെടികളുടെ വണ്ണം, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് കാണിക്കാനായിട്ട് ഇങ്ങനെ ഒരു സജ്ജീകരണമുണ്ട്. അങ്ങനെ തേക്കിനെ പറ്റി A to Z നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാക്കാം. ഇതേ ഒരു തേക്ക്, അതിൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള 450 വർഷം പഴക്കമുള്ള അതിൻ്റെ ആ വാർഷിക വലയങ്ങൾ നോക്കിയാൽ അറിയാം. കണ്ട, എല്ലാവരും ഒന്ന് തപ്പി നോക്കുന്നുണ്ട് ഇങ്ങനെ വട്ടം. ആ 450 വർഷത്തിൽ ഉണ്ടായിട്ട് അക്ബർ ചക്രവർത്തിയുടെ ജനനം 1500 സംതിങ്ങിൽ തൊട്ട് 1975 അത് വെട്ടിയത്. അതുവരെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ബാക്കിലേക്ക് ഞങ്ങൾ ഇറങ്ങി. ഇതിൻ്റെ ബാക്കിൽ ഗാർഡൻ ഉണ്ട്. 2 തവളച്ചന്മാർ അവിടെ ഇരുന്നിട്ട് ചെസ് ബോർഡ് കളിക്കുന്നുണ്ട്. നല്ല രസമായിട്ട് കേട്ടോ. എല്ലാവർക്കും കുട്ടികളൊക്കെ ആയിട്ട് വരാൻ ഒരു
വൈകിട്ട് സമയത്ത് നിലമ്പൂരുകാർക്ക് പറ്റിയൊരു സ്ഥലമാണ്. നമ്മുടെ സുഹൃത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞേ, വൈകിട്ട് ഞായറാഴ്ച സമയമുള്ളപ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഗൂഡല്ലൂർ നാടുകാണി ചുരം കഴിഞ്ഞ് ഗൂഡല്ലൂർ ലക്ഷ്യമാക്കി പോവാണ്. നാടുകാണി ചുരം കുറച്ച് ഗട്ടറൊക്കെ ഉണ്ട്, മഴ പെയ്തതിൻ്റെ ഒക്കെ ഉണ്ട്. അങ്ങനെ ഗൂഡല്ലൂർ എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് അവിടുന്ന് മസനഗുഡിയിലേക്ക് പോകാൻ. മസനഗുഡി നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ നെറ്റിൽ നോക്കിയിട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ 8 മണിക്ക് മുമ്പ് അവിടെ തമിഴ്നാട് ബോർഡർ കിടക്കണം, അല്ലെങ്കിൽ കടത്തില്ല, അടയ്ക്കും, ബോർഡർ അടയ്ക്കും കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 8 മണിക്ക് ചെക്ക് പോസ്റ്റ് അടയ്ക്കും, അതിന് മുമ്പ് അങ്ങോട്ട് കടക്കണം. ഗൂഡല്ലൂർ കഴിഞ്ഞ് മസനഗുഡി കടക്കണം. അപ്പോൾ നമ്മൾ അത് കുഴപ്പമില്ലാത്തൊരു ടൈമിംഗ് അനുസരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൂഡല്ലൂർ കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്, നല്ല രസകരമായ വഴിയാണ്. പിന്നെ അവിടെ നിന്ന് ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ മസനഗുഡിക്ക് ഉള്ള വഴി, മസനഗുഡി വഴി ഊട്ടി എന്നുള്ളൊരു ഇതെല്ലാവർക്കും അറിയാലോ. വളരെ രസകരമായ കാട്ടിലൂടെ മുതുമല ഫോറസ്റ്റ് ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ്. കണ്ടമാനം മൃഗങ്ങളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ആന, കാട്ടുപോത്ത്, അതുപോലെ സിംഹവാലൻ, മയില്, സാധാരണ കുരങ്ങുകൾ, മാനുകളെ കണ്ടമാനം കാണാൻ പറ്റി. ഇപ്പോൾ ഇവിടെ തന്നെ കാണാട്ടോ, ഇപ്പോൾ ഒരു ആനനെ കാണാൻ സാധിച്ചു ഇവിടെ. ഇത് ശരിക്ക് മസനഗുഡിക്ക് പോണ റൂട്ടാണ്. ഒരു ആന അവിടെ ഉണ്ട്. ഇത് വേറൊരു ആന. ഇവിടെ ആൾക്കാരൊക്കെ വണ്ടി സ്ലോ ചെയ്യുന്നുണ്ട്, ചിലർ ഹോണൊക്കെ അടിക്കുന്നുണ്ട്, അത് അതിന് ബുദ്ധിമുട്ടാവും. എന്നിരുന്നാലും കുഴപ്പമില്ല, ഒരു ഒറ്റയ്ക്ക് അത് അവിടെ നിന്ന് തീറ്റ തന്നെയാണ്. മയിൽ അങ്ങനെ പതുക്കെ രാത്രിയായി ഒടുങ്ങിയിട്ടാ. ഇത് മാനുകൾ കാണാം, ഏകദേശം ഒരു 6:45 ആയി ഒടുങ്ങി. ആന അതുപോലെ തന്നെ മാനുകൾ കണ്ടമാനം കണ്ടു. ആനേനെ കാണാം അവിടെ വളരെ അടുത്ത്. അതിൻ്റെ ഒപ്പം തന്നെ മാനുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിൽ എത്തിയിട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റപ്പോഴാണ് ഹോം സ്റ്റേയുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ മനസ്സിലായത്. നമ്മൾ 7 മണി 7 ആയപ്പോൾ എത്തിയത്. ചുറ്റും ഒരു ബീൻസ് കൃഷിയുടെ ഒരു പാടങ്ങളാണ്. ഹോം സ്റ്റേയുടെ ശരിക്കും ഒരു ഫാം ഹൗസ് പോലെയുള്ളൊരു സെറ്റപ്പാണത്. ബാക്കിലൊക്കെ വലിയ മലകളൊക്കെയാണ് ഈ ഫാം ഹൗസിൻ്റെ ബാക്കിൽ. ഫാം ഹൗസ് അല്ല, ഇപ്പോൾ ഒരു 3 റൂമുള്ളൊരു ഹോം സ്റ്റേ ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്, മാറ്റിയിട്ടുള്ളത്. നല്ല വൃത്തിയുള്ള റൂമുകളാണ്. കണ്ട ഒരു കരിങ്കല്ലിലൊക്കെ പണിത നല്ലൊരു സ്ഥലമായിട്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള ഭക്ഷണം ഇവിടെ കിട്ടി. വൈകുന്നേരം ഭക്ഷണം ബുക്ക് ചെയ്തിരുന്നു. ഇതാ ഈ കിണറൊക്കെ നോക്കി നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ നേരെ നമ്മളൊരു പൂമുഖം പോലത്തെ ഒരു ഭാഗമുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിൾ. ഇതിവിടെ ഒരു കസേരയുണ്ട്, ആട്ട് കസേര. പിന്നെ ഇത് ഡൈനിങ് ടേബിൾ ഇപ്പുറത്തുണ്ട്. നല്ല ചെടികളും ഒക്കെ വെച്ച്, പൂക്കളുള്ള ചെടികളൊക്കെ വെച്ച്, നല്ല തൂങ്ങി കിടക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് നല്ല ഇതായുണ്ട്. ഇത് കണ്ട ബാക്കിലൊക്കെ കണ്ട മലകളാണ്, ചുറ്റും മലകളാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ റൂമായിരുന്നത്. ഏർലി മോർണിംഗ് ആണ്. പിള്ളേരൊക്കെ എനിക്കിനുള്ളൂ. ചെറിയ റൂം. ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു. കണ്ട ചുറ്റും അവിടെ വെള്ളം നനയ്ക്കൽ
അതുപോലെ അവിടെ ബീൻസിന് മറ്റേ ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ വെച്ചിട്ടും അതുപോലെ ഫൗണ്ടൻ പോലെയുള്ള ഇത് റൊട്ടേറ്റിംഗ് ടൈപ്പൊക്കെ വെച്ചിട്ട് അവിടെ നനയ്ക്കൽ നടക്കുന്നുണ്ട്. മസനഗുഡി ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു മലയമേയുള്ള അല്ലെങ്കിൽ ഒരു കുന്നുമേയുള്ള ഗ്രാമമാണ്. ഒരു അധികം കർഷകരാണ്. അതിൻ്റെ ഇടയിലാണ് ഈ കാടിൻ്റെ ഉള്ളിലുള്ള ഒരു മസനഗുഡി. ഗുഡി എന്ന് പറഞ്ഞാൽ തന്നെ കുന്ന് എന്നുള്ള അർത്ഥമാണ്. കുന്നല്ല, മലയുടെ മേലെ. അങ്ങനെ ഞങ്ങൾ കാലത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോകണം. തിരിച്ച് പോകുമ്പോൾ ഗോപാൽസ്വാമി ഹിൽസിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരണം. ഒരു 10 കിലോമീറ്റർ കണ്ട കുരങ്ങന്മാരുണ്ട്, സിംഹവാലനെ കണ്ടു, മാനുകൾ കണ്ടമാനം മാനുകൾ കണ്ടു കേട്ടോ. ഇഷ്ടംപോലെ മാനുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഞങ്ങൾ വീഡിയോയിൽ പകർത്തിയത് കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റാത്തത് വളരെയധികം ഉണ്ട്. കാട്ടുപോത്തുകളുണ്ടായിരുന്നു. എന്തായാലും ഈ മസനഗുഡി വഴി ഊട്ടി എന്ന് പറയുന്നത് വെറുതെ അല്ല, കണ്ടമാനം മൃഗങ്ങളെ കാണാം. നമ്മൾ ഈ വാൽപ്പാറയൊന്നും പോകുമ്പോൾ നമുക്ക് മൃഗങ്ങളുണ്ടെങ്കിലും മൃഗങ്ങളുടെ സാന്നിധ്യം നമുക്ക് അധികം അറിയാൻ പറ്റില്ല. ആനേനെ കാണാമെന്നല്ലാതെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ബന്ദിപ്പൂർ കർണാടകയിലേക്ക് കടന്നു. കർണാടക ബോർഡർ കടന്ന് ഗുണ്ടൽപേട്ട് ഡിസ്ട്രിക്റ്റിലാണ് ഈ ഗോപാൽസ്വാമി ഹിൽസ്. അങ്ങോട്ടുള്ള വഴിയാണിത്. ഇതിപ്പോൾ ശരിക്കും നമ്മൾ മൈസൂർ റൂട്ടിൽ നിന്ന് ലെഫ്റ്റ് ടേൺ ചെയ്ത് ഈ ഹിമവത് ഗോപാൽസ്വാമി ക്ഷേത്രം, ഈ മലയുടെ മുകളിൽ, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പം അങ്ങോട്ട് ഏകദേശം ഈ വഴി ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു 10 കിലോമീറ്റർ നമ്മൾ അകത്തോട്ട് പോകണം. നല്ല മനോഹരമായ പാടങ്ങൾ, പാടശേഖരങ്ങൾ, പൂപ്പാടങ്ങളുണ്ട്, സൂര്യകാന്തി പാടങ്ങൾ, അതുപോലെ തന്നെ പല ടൈപ്പ് കൃഷികളും, നല്ല മനോഹരമായ സ്ഥലം. ഇത് കണ്ട, ഇത് ഒരു ജമന്തി പൂവിൻ്റെ കൃഷിസ്ഥലമാണ്. കണ്ടമാനം ആൾക്കാർ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ 20 രൂപയ്ക്കാണ് കേട്ടോ. ഫോട്ടോ അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ അവർ പറയണേ. എന്തായാലും കണ്ടമാനം ആൾക്കാർ കാറുകൾ നിർത്തി. ഓണസമയം ആയതുകൊണ്ട് കണ്ടമാനം മലയാളികൾ വന്നിട്ടുണ്ട്. എല്ലാവരും 20 രൂപയൊന്നും കാര്യമാക്കാതെ മനോഹരമായ ആ ദൃശ്യം ക്യാമറയിൽ പകർത്താനുള്ള തിരക്കിലാണ്. ഞങ്ങളും കടന്നുട്ടാ. ഒരു സ്റ്റിൽസും വീഡിയോ ഒക്കെ എടുത്തിരുന്നു. എല്ലാവരും ഇവിടെ കാറൊന്ന് സ്ലോ ചെയ്ത് ഇറങ്ങി. ചില ആൾക്കാർ പോയി മടക്കം വരുമ്പോഴാണ് നിർത്തുന്നത്. നമ്മൾ പോണ വഴിക്ക് തന്നെ ഇവിടെ നിർത്തി. അങ്ങനെ കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ക്ഷേത്രം, ഗോപാൽസ്വാമി ക്ഷേത്രത്തിൻ്റെ എനിക്ക് പോകാനുള്ള ഏരിയ എത്തി. ഇവിടെ കണ്ടമാനം ആൾക്കാർ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ കാറുകൾ, ബൈക്കുകൾ, വരി കണ്ട. ഇത് ബസ്. ഇതിൻ്റെ മുകളിലേക്ക്, ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക്, കുന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ വരുന്ന കാറോ ബൈക്കോ വേറെ ഏത് വാഹനമായാലും വിടില്ല. കർണാടക കോർപ്പറേഷൻ്റെ, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ, KSRTCയുടെ ഇതാണ് കവാടം. ഇത് ഇങ്ങോട്ട് കടന്ന് ഞങ്ങൾ നിന്നു. ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആയിരുന്നു ആദ്യത്തെ. ഇത് ബസ്സിൽ കയറാനുള്ള ക്യൂ ആണ്. ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എൻ്റെ നാട്ടിൽ ഞങ്ങൾ 3-4 ബസ്സൊക്കെ ഒരേ സമയം വന്ന് ആൾക്കാരെ ഇറക്കി പോകണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കധികം ആൾത്തിരക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ ബസ് ഇട്ടിട്ടുണ്ട്. കണ്ട ബസ്സുകൾ കണ്ട. ഒരെണ്ണം പോകാൻ നിൽക്കണു, ഒരെണ്ണം രണ്ടാമത് അതിൻ്റെ പിന്നിൽ വന്നു നിന്നു, ഒരെണ്ണം അവിടെ ആൾക്കാരെ ഇറക്കണു. അങ്ങനെ ഞങ്ങളിത് മേലെത്തി. നല്ല ഒരു പ്രത്യേക ക്ലൈമറ്റാട്ടോ ഇതിന് മുകളിൽ, ഈ അമ്പലത്തിൻ്റെ. മഞ്ഞ് പെയ്യുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് മീഡിയയിൽ കണ്ടിട്ടുണ്ട്, ഓൺലൈൻ മീഡിയയിൽ. പക്ഷേ മഞ്ഞ് ഇല്ലെങ്കിലും ഒരു സ്പ്രേ മഴ പോലെ ഉണ്ട് ഞങ്ങൾ വന്നപ്പോൾ. നല്ല തണുത്ത കാറ്റുമിട്ട്. കോട ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. 12 മണിക്കാണ് ഞങ്ങൾ ഇതിൻ്റെ മുകളിലെത്തിയത്. എന്നിരുന്നാലും നല്ലൊരു യൂറോപ്യൻ ക്ലൈമറ്റ് പോലെ നമുക്ക് തോന്നും.
കണ്ട ചുറ്റും ഒരു വാഗമൺ ലുക്കൊക്കെയാണ്. ആ മുട്ടക്കുന്ന് പോലെ നിൽക്കുന്നത്. നല്ല കാറ്റ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഗോപാലസ്വാമി എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണൻ്റെ ഒരു പ്രതിഷ്ഠയാണ്. അവിടെ തേര് കിടക്കുന്നുണ്ട്. ഇത് അമ്പലത്തിനെ പറ്റി പറയുമ്പോൾ ഹൊയ്സാല രാജവംശത്തിലെ രാജാവായിരുന്ന വീരബല്ലാല രാജാവ് 1315 ഇത് ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളത്. അതായത് 700 വർഷങ്ങൾക്ക് മുൻപ്. പിന്നീട് അതിൽ പല അതിൻ്റെ റിനോവേഷൻസ് ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും നല്ലൊരു സ്പോട്ടാണ് അന്ന് രാജാവ് ഇവിടെ അമ്പലം വയ്ക്കാൻ തിരഞ്ഞെടുത്തത്. വാസ്തുപരമായ ഏറ്റവും ഇമ്പമുള്ള സ്ഥലമായിരിക്കുമല്ലോ ഒരു അമ്പലം വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അത് അന്നൊക്കെ ഫുൾ ടൈം മഞ്ഞായിരിക്കുമെന്ന് എനിക്ക് തോന്നണം, പണ്ട് കാലത്തൊക്കെ. ഇപ്പോഴും അങ്ങനെയാണ്. കണ്ട ചുറ്റും കണ്ട നമ്മുടെ ഒരു വാഗമൺ ഒരു കുന്നിൻ്റെ മേലെ ഒരു അമ്പലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും. അമ്പലം അത്ര വലിയ ഒരു അമ്പലം എന്ന് പറയാനില്ല. എന്നിരുന്നാലും ആൾക്കാർ കണ്ടമാനം വരുന്നുണ്ട്. ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കണ വേറെ ക്യൂ ഉണ്ട്. കണ്ടോ, ഇതാണ് അമ്പലത്തിൻ്റെ ഒരു അകലെന്നുള്ള വ്യൂ. അമ്പലത്തിന് ചുറ്റുമുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ അധികം നമ്മൾ ഈ തണുത്ത രാജ്യങ്ങളിൽ കാണുന്ന പോലെ ഈ പൂപ്പൽ പിടിച്ച് നിൽക്കുകയാണ്. ഇലയൊന്നും ഇല്ല. എല്ലാ മരത്തുമ്മയും ഇല കുറവാണ്. പൂപ്പൽ പിടിച്ചിങ്ങനെ കണ്ട അതാണ് ഞാൻ പറഞ്ഞ ഒരു യൂറോപ്യൻ ഒരു ഫീൽ വരും. എന്താ ആ ഒരു മഞ്ഞുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. മഴയും മഞ്ഞും ഇപ്പോഴും ഉള്ളതുകൊണ്ട് എല്ലാ മരങ്ങളുടെയും ഷേപ്പ് അങ്ങനെയാണ്. ഇത് ബസ്സുകൾ വരുന്നുണ്ട്. തിരിച്ചു പോകേണ്ട ആൾക്കാർ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങളും തിരിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വയനാട് താമരശ്ശേരി ചുരം വഴി വീട്ടിലോട്ട് തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.